ഒരു ഭർത്താവിനെ ഭാര്യ വിളിക്കുന്നത് എടാന്നാ. കാലം അവിടെ ആയിപ്പോയി. ചില പെണ്ണുങ്ങൾ പിന്നെ പെണ്ണിനെ ഭർത്താവിനെ വിളിക്കണത് പേരാ. ഭർത്താവിൻ്റെ പേര് വിളിക്കണ പെണ്ണുങ്ങളില്ലേ? എടാ വാടാ പോടാ ബന്ധമായി പോയില്ലേ? ഭർത്താവിൻ്റെ പേര് വിളിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. ഞാൻ ചോദിക്കട്ടെ മോളെ, വാപ്പാനെ എന്താ നീ വിളിക്കുന്നേ? വാപ്പാനെ പേരാണോ വിളിക്കുന്നത്? വാപ്പാടെ എൻ്റെ പേര് സിറാജ്, എൻ്റെ മോൻ വാപ്പാന്ന് വിളിക്കണോ സിറാജ് വാപ്പാന്ന് വിളിക്കണോ? എടാ, ഓരോരുത്തർക്കും ഓരോ സ്ഥാനമുണ്ട്, അത് കൊടുക്കണം. ഓരോരുത്തർക്കും ഓരോ സ്ഥാനമുണ്ട്. വാപ്പയ്ക്കൊരു സ്ഥാനമുണ്ട്, ഉമ്മയ്ക്കൊരു സ്ഥാനമുണ്ട്, ഗുരുനാഥനൊരു സ്ഥാനമുണ്ട്, ഭർത്താവിനൊരു സ്ഥാനമുണ്ട്. ഭർത്താവിൻ്റെ സ്ഥാനം എന്തെന്നറിയോ? അള്ളാഹു ലോകത്ത് ആരുടെയെങ്കിലും മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നെങ്കിൽ ഒരു ഭാര്യ ഭർത്താവിൻ്റെ മുമ്പിൽ ചെയ്യാൻ പറയുമായിരുന്നു. നിനക്കറിയോ സഹോദരി, നീ നിസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്യുമല്ലോ. ഒരു ഭാര്യ, ഒരു പെണ്ണ് നിസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്യുമ്പോൾ ആ ചെയ്ത ദുആ സ്വീകരിക്കണമെങ്കിൽ ഒരു കാരണമുണ്ട്. നിങ്ങളൊക്കെ ചോദിക്കുന്നല്ലോ, ഉസ്താദെ ഞാൻ ദുആ ചെയ്തിട്ട് സ്വീകരിക്കുന്നില്ല എന്ന് പരാതി പറയുന്ന സഹോദരിമാരുണ്ടല്ലോ. നീ ഉസ്താദന്മാരോട് ചോദിച്ചു നോക്ക്, ഒരുപാട് പണ്ഡിതന്മാരുണ്ടല്ലോ, നിങ്ങൾ അന്വേഷിച്ചു നോക്ക്. ഒരു പെണ്ണ് ദുആ ചെയ്താൽ സ്വീകരിക്കണമെങ്കിൽ അവൾ നിസ്കാരം കഴിഞ്ഞിട്ട് അവളുടെ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്തിട്ട് വേണം ദുആ ചെയ്യാൻ. ഒരു പെണ്ണ് അവളുടെ ദുആ സ്വീകരിക്കണമെങ്കിൽ അവൾ ആദ്യം ആരുടെ കാര്യം പറയണം? അല്ലാഹുവേ എൻ്റെ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്തിട്ട് വേണം നിന്റെ കാര്യം പറയാൻ. എങ്കിലും ആ ദുആയ്ക്ക് ഇജാബത്തുള്ളെന്നാ. അപ്പം അത്രയും ബഹുമാനിക്കേണ്ട ഒരാളാണ് ഭർത്താവ്. അത്രയും ബഹുമാനിക്കേണ്ട ഒരാളാണ് ഭർത്താവ്. അപ്പം നിങ്ങൾ ചോദിക്കും, ആണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ? പെണ്ണുങ്ങൾക്കും ഉണ്ട് ചങ്ങാതി. പെൺകുട്ടികൾക്കും അതേപോലെ അതിനൊരു ഒരു വേലക്കാരിയുടെ പരിഗണന പോലും നമ്മൾ കൊടുക്കാറില്ലല്ലോ. പെണ്ണുങ്ങൾക്കും അതേപോലെ തന്നെ ഒരു സ്ഥാനവും മഹത്വവുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പൊന്നാര മകളായ ഫാത്തിമ ബീവി കയറി വരുമ്പോൾ നബി തങ്ങൾ ഇരിക്കണ സ്ഥലത്ത് നിന്ന് എഴുന്നേക്കുമായിരുന്നു. ലോകത്തിൻ്റെ നേതാവ് ഫാത്തിമ എന്ന് പറയുന്ന തൻ്റെ പൊന്നാര മകള് കയറി വരുമ്പോൾ ഈ ലോകം തന്നെ പടക്കാൻ കാരണക്കാരായ നബിതങ്ങൾ എഴുന്നേറ്റ് നിൽക്കും, ബഹുമാനിക്കുമായിരുന്നു നബിതങ്ങൾ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആണുങ്ങൾക്ക് ഇതൊക്കെ പറയുമ്പോൾ ദഹിക്കൂല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എടോ, നിങ്ങൾ ചിന്തിക്കേണ്ടത് മകളെപ്പോലും നബിതങ്ങൾ, അതാ പെണ്ണിനെ ആദരിക്കണം, ബഹുമാനിക്കണം. നിന്റെ ഭാര്യയെ നീ ബഹുമാനിക്ക്, നീ ആദരിക്ക്, അവൾക്ക് കൊടുക്കേണ്ട ഒരു സ്ഥാനം കൊടുക്ക്. അവൾ ആരെന്ന് നിനക്കറിയോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ എപ്പോഴും വഴക്കും ബഹളവും, പിന്നെ കുടുംബമൊക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പെണ്ണിന് എടോ നീ നിന്റെ ഭക്ഷണം വെച്ച് തരുന്നില്ല, വീട്ടുജോലി ചെയ്യുന്നില്ല, നിന്നെ നോക്കുന്നില്ല. എടോ, നിങ്ങൾ ആണുങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവൾക്ക് ഒരു നിർബന്ധവുമില്ല നിന്റെ തുണി കഴുകണമെന്നും ഇസ്ലാം പറയുന്നില്ല. ഒരു പെണ്ണ് തൻ്റെ ഭർത്താവിൻ്റെ വസ്ത്രം കഴുകിക്കൊടുക്കൽ നിർബന്ധമാണ്. ഒരു ഭർത്താവിൻ്റെ വസ്ത്രം കഴുകിക്കൊടുക്കണം, അദ്ദേഹത്തിന് ഭക്ഷണം വെച്ചു കൊടുക്കണം, വീട്ടുജോലി ചെയ്യണം, വീട് നോക്കണം, മക്കളെ നോക്കണമെന്നൊന്നും പെണ്ണിന് നിർബന്ധമൊന്നുമില്ല. അതിന് വേണമെങ്കിൽ നീ ആളെ വെച്ചു കൊടുക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നിന്റെ ഭാര്യയ്ക്ക് നിർബന്ധമില്ല, അവള് നീ എൻ്റെ തുണി കഴുകിത്തരണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? പറ കാക്കന്മാരെ, ഉണ്ടോ? നിങ്ങളെന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? നിന്റെ വസ്ത്രം കഴുകി തരണമെന്ന് ഭാര്യയ്ക്ക് നിർബന്ധമുണ്ടോ? നിനക്ക് ഭക്ഷണം വെച്ച് തരണമെന്ന് നിർബന്ധമുണ്ടോ? നിന്നെയും നിന്റെ മക്കളെയും നോക്കണം നിർബന്ധമുണ്ടോ? നിന്റെ മാതാപിതാക്കൾക്ക് വെച്ച് വിളമ്പി തരണം, കൂടപ്പിറപ്പിന് കൊടുക്കുന്ന നിർബന്ധമുണ്ടോ? നിർബന്ധമൊന്നുമില്ല. നീ വേണമെങ്കിൽ ആളെ വെച്ചിട്ട് അങ്ങോട്ട് ചെയ്തു കൊടുക്കണമെന്നാ. പിന്നെ ഓള് ചെയ്തു തരുന്നത് അത് അവളുടെ മനസ്സിന്റെ നന്മ. അള്ളാഹു പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. പൊങ്ങണ്ട, അള്ളാഹു പ്രതിഫലം നൽകുമാറാകട്ടെ. അടച്ചാനുണ്ടാ ഇന്ന് വീട്ടിൽ ചെന്നിട്ട് വേണേൽ ചോദിക്കും കേട്ടോ, അങ്ങനെ പറഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞാലല്ല. നീ എന്ത് ചെയ്താലും നിനക്ക് പ്രതിഫലമുണ്ട്. നിന്റെ ഭർത്താവിന് നീ ഭക്ഷണം വെച്ചു കൊടുത്ത, നിന്റെ ഭർത്താവിന് തുണി കഴുകി കൊടുത്ത, നീ വീടൊന്ന് തൂത്ത, നീ എന്ത് ചെയ്താലും നിനക്ക് പ്രതിഫലമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് മിണ്ടാതിരിക്കലല്ല, ചെയ്തു കൊടുക്കണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. പക്ഷെ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ബഹുമാനിക്കണം ഭാര്യയെ. ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും ബഹുമാനിക്കണം പരസ്പരം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എടാ വാടാ പോടാ ബന്ധമല്ല. പണ്ടുള്ളവർ പറയും കുട്ടികളുടെ ഉപ്പ, ഇങ്ങനെ വിളിക്കുക ഭർത്താവിനെ. നിങ്ങൾ, അതൊരു ബഹുമാനത്തിൻ്റെ വിളി. നിങ്ങൾ എന്നൊക്കെയാ വിളിക്കുക. പണ്ടത്തെ പെണ്ണുങ്ങൾ വിളിക്കുക അങ്ങനെ പടച്ചവനെ. ഇപ്പോഴത്തെ പെണ്ണുങ്ങളോ അള്ളാഹു അലം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഉസ്താദെ പെണ്ണുങ്ങൾ ഇപ്പം പിന്നെ അറിവുള്ളവരാ. ഇവർ ചോദിക്കും, ഉസ്താദെ ഫാത്തിമ ബീവിയെ അലിയാർ തങ്ങളെ ഫാത്തിമ അലി എന്നല്ലേ വിളിച്ചെന്ന് ചോദിക്കും. ബുദ്ധി അത്രയ്ക്കും.
അലിയാര് തങ്ങളെ ഫാത്തിമ വിളിച്ചത് യാ അലി എന്ന. അവര് തമ്മിലുള്ള ബന്ധം അറിയോ? രണ്ടുപേരും ഒരു വീട്ടിലാണ് താമസിച്ചിരുന്നത്. അതുകൂടെ ചിന്തിക്കണം. അലി എന്നല്ല വിളിച്ചത്. നിങ്ങളതിനെക്കുറിച്ചൊന്നും പഠിച്ചു നോക്ക്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, അൽഹംദുലില്ലാ, പേര് വിളിക്കുന്നൊക്കെ സ്വഭാവം മാറ്റി ഇക്കാന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വിളിച്ചോ. സ്നേഹം കൂടുമ്പോൾ ചീത്ത വിളിക്കാതിരുന്നാൽ മതി. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ കാലം അങ്ങനെ ആയിപ്പോയി. എടോ, ഇപ്പൊ കുട്ടികൾ തന്നെ വിളിക്കുന്നത് എന്താ? ബ്രോ, ബ്രോ എന്നാ വിളിക്കുക. ഞാൻ വഴുത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഈ തട്ടുകടയിൽ കയറും. നിങ്ങളാരും ഇരിക്കണില്ല കാക്കാമാരെ? 1 2 3 4 5 6 7 ഒരു 8 പേര് നിൽക്കുന്നുണ്ട്. ഒരു 8 കസേര ഉണ്ടോപ്പാ? ഓ, കയറിയിരി ചങ്ങാതി, വല്ല വെരിക്കോസിന്റെ രോഗവും പിടിക്കും. കയറിയിരി. എത്ര നേരം നിൽക്കുക? ഒന്നി ഇരുന്ന് വഴുത് വെക്കില്ലെങ്കിൽ പോയി കിടന്നുറങ്ങും. ഞാൻ വഴുത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ കടയിൽ കയറും. അങ്ങനെ ഒരു കടയിൽ കയറി തിന്നാൻ കയറി ഇരുന്ന പൊരുത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുക, ബ്രോ എന്ത് വേണമെന്ന്. ഈ കോലത്തിൽ ഇരിക്കുന്ന എന്നോടാ ചോദിക്കണം, ബ്രോ എന്ത് വേണമെന്ന്. ഇതാ കാലം അങ്ങനെ ആയിപ്പോയി. കുട്ടികൾ ഗെയ്സ് എന്നാ വിളിക്കുക. ഇന്നത്തെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയി. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. ഈ കാലഘട്ടത്തിലാണ് ഈ പെൺകുട്ടികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എനിക്ക് ലൈബ്രറി കണ്ടപ്പോൾ റഹ്മാനായ റബ്ബ്, ഇത്രയും മനോഹരമായൊരു ലൈബ്രറി, ഇരുത്തി പുകഴ്ത്തുമൊന്നുമല്ല കേട്ടാ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ലൈബ്രറി കാണണമെങ്കിൽ ഒന്നാലോചിക്കുക, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. മനോഹരമായ രീതിയിൽ നല്ല കമ്പ്യൂട്ടർ, പെൺകുട്ടികളുടെ മനസ്സുകൾ, അവരുടെ മനസ്സ് അവർക്ക് ഇഷ്ടപ്പെടുന്നത് അൽഹംദുലില്ലാ ചുമ്മാതിരിക്കലല്ല, വായിക്കാനും പഠിക്കാനും കഴിയുന്ന രീതിയിൽ അൽഹംദുലില്ലാ ഇന്നത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് കൊണ്ട് മനോഹരമായ ഒരു ലൈബ്രറിയാണ് ഇന്ന് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിരിക്കുന്നത്. അള്ളാഹു അതിനുവേണ്ടി പരിശ്രമിച്ച എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. കാരണം നല്ല കാര്യങ്ങളെ പെൺകുട്ടികളെ ചുമ്മാതെ ഇരുത്താൻ പാടില്ല എന്നാണ്. പെൺകുട്ടികളെ ചുമ്മാതെ ഇരുത്തുമ്പോഴാണ് പ്രശ്നങ്ങൾ. അതുകൊണ്ടാണ് പ്രവാചകന്മാർ പറയുന്നത്, പെൺകുട്ടികൾക്ക് തുണി തയ്ക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം. പെണ്ണുങ്ങൾക്ക് തുണി തയ്ക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം. എത്ര പെണ്ണുങ്ങൾക്ക് അറിയാം തുണി തയ്ക്കാൻ? എത്ര പേർക്ക് ആ തുണി തയ്ക്കാൻ അറിയാതെ? പെൺകുട്ടികൾക്ക് പഠിപ്പിച്ച് എന്തെങ്കിലും ഒരു ജോലി പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ അൽഹംദുലില്ലാ അവരൊക്കെ സ്വന്തമായിട്ട് അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്ത് അവരുടെ സമയങ്ങൾ അങ്ങനെ പോകും. ചുമ്മാതെ ഇരിക്കുമ്പോഴായി ശൈത്താൻ കയറി പിടിക്കുന്നത്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നമ്മൾ എന്ത് ചെയ്യുക? ഞാൻ എന്താ ഇപ്പോൾ പറഞ്ഞേ? എന്തോ പറഞ്ഞു വന്നപ്പോഴേ ഇത്രയും പറഞ്ഞത്. എന്തായിരുന്നു പറഞ്ഞേ? എന്ത് പറഞ്ഞപ്പോഴായിരുന്നു? അതന്നെ എല്ലാം ഇങ്ങനെ ഇരിക്കുക, വെടിയുണ്ടതുപോലെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ അവിടെ നിന്ന് പറയുകയാ, എൻ്റെ പ്രിയപ്പെട്ടവരെ, മുണ്ട് ആണാകട്ടെ പെണ്ണാകട്ടെ, പെണ്ണുങ്ങളോട് ഞാൻ പറഞ്ഞത്, നീ വീട് മിറ്റം തൂക്കുമ്പോൾ എന്തിനാ ചൂലും എടുത്തിട്ട് നടക്കണം? ഇക്കാനോ ഇറക്കി വിട്ടാൽ പോരെ, മുണ്ട് കഴിച്ചിട്ട് ഇങ്ങനെ നടക്കും. ഇങ്ങനെ നടക്കുക എല്ലാവരും അതേപോലെ രീതിയിൽ മുണ്ട്. പിന്നെ നിന്റെ ഫർദയുടെ കാര്യമൊന്നും ഞാൻ പറയണില്ല, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചടച്ചുകൊണ്ട് നടക്കുന്നത് അഹങ്കാരത്തിന്റെ അടയാളമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോ, സൂക്ഷിക്കണേ ചെറുപ്പക്കാരാ, പെങ്ങളെ സൂക്ഷിക്കണേ പൊന്നുമോള്, ഉപ്പമാരെ, അത് സാധാരണ ഒരു പാപമല്ല. നിനക്കതിന്റെ ശിക്ഷ അറിയാഞ്ഞിട്ടാ. ചെയ്യുന്ന ഒരു തെറ്റിലൂടെ അള്ളാഹു നിനക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ശിക്ഷയെക്കുറിച്ച് നിനക്കറിയാത്തത് കൊണ്ടാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു കടുകുമണിയുടെ അളവ് അഹങ്കാരമുണ്ടോ, അവന്റെ നന്മകൾ അള്ളാഹു സ്വീകരിക്കില്ല. അവന്റെ ഒരു അമലും അള്ളാഹിക്ക് വേണ്ട. അവൻ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകില്ല എന്ന് മുത്തുനബി എവിടെന്ന് പഠിപ്പിക്കുമ്പോ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് നാണം കെട്ട് വരുന്ന ഒന്നാമത്തെ വിഭാഗം അവരാണ്. രണ്ടാമത്തെ വിഭാഗമാരാ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, രണ്ടാമത്തെ വിഭാഗമാരെന്നറിയുവോ? നബി തങ്ങൾ പറയുകയാ, ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തജിദു മിൻ ശർരിൻ നാസി യൗമൽ ഖിയാമ ഇൻദല്ലാഹി ദൽ വജ്ഹൈ. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് നാണം കെട്ടവരെ പോലെ അള്ളാഹു കൊണ്ടുവരുന്ന രണ്ടാമത്തെ വിഭാഗമാരെന്നറിയോ?
നബി തങ്ങൾ പറയുകയാണ്, നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസം ഒരു മനുഷ്യനെ നാളെ പരലോകത്തേക്ക് കൊണ്ടുവരികയാണ്, ഒരു പെണ്ണിനെ നാളെ പരലോകത്തേക്ക് കൊണ്ടുവരികയാണ്. അവളുടെ നാവുണ്ടല്ലോ രണ്ടായിട്ട് കീറുകയാ, രണ്ടായിട്ടിങ്ങനെ കീറുകയാണ്. സുബ്ഹാനല്ലാഹ്. പെങ്ങളെ, നരകത്തിന്റെ തീയാലുള്ള രണ്ട് നാവുകൾ, നരകത്തിന്റെ തീയാലുള്ള രണ്ട് നാവുകൾ. സുബ്ഹാനല്ലാഹ്. മുഖത്ത് നിന്ന് മാംസം ഇങ്ങനെ ഉരുകി വീഴുകയാണ്. അല്ലാഹുവേ, ആ തീയുടെ ചൂട് കാരണം അവരുടെ മുഖത്ത് നിന്ന് റബ്ബേ തീ ഇങ്ങനെ കാരണം മാംസം ഇങ്ങനെ കരിഞ്ഞു വീഴുകയാണ്. ആരാണെന്നറിയുവോ? നബി തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മൻ കാന ലഹു വജ്ഹാനി ഫിദ്ദുനിയാ കാന ലഹു യൗമൽ ഖിയാമത്തി ലിസാനാനി മിനന്നാർ. നരകത്തിന്റെ തീയാലുള്ള രണ്ട് നാവുകളുമായി നാളെ പടച്ച റബ്ബ് പരലോകത്ത് കൊണ്ടുവരുന്ന വൃത്തികെട്ടവരാരെന്നറിയുവോ? അവർക്ക് രണ്ട് മുഖമുള്ളവരാ സഹോദരാ. പെങ്ങളെ, അവർക്ക് രണ്ട് മുഖമുള്ളവരാണ്. രണ്ട് മുഖമെന്ന് പറഞ്ഞാൽ ജനങ്ങളിൽ ഏറ്റവും ശർറായവരവരാ, ജനങ്ങളിൽ ഏറ്റവും മോശമായവരാ. നബി തങ്ങൾ പറയുന്നു, തജിദു മിൻ ശർരിന്നാസി യൗമൽ ഖിയാമ. അല്ലാഹുവിന്റെ പരലോകത്തിലെ നശിച്ചവരാണ്, അല്ലാഹുവിന്റെ പരലോകത്തിലെ നശിച്ചവരാണ്, അവര് വൃത്തികെട്ടവരാണ്. അവരാരെന്നറിയുമോ? അല്ലദീ യതി ഹൗലാഇ ബിവജ്ഹിൻ വഹൗലാഇ ബിവജ്ഹിൻ. അവര് രണ്ടുമുള്ളവരാണ്, രണ്ട് മുഖമുള്ളവരാണ്. നിന്റെ കൂടെ കൂടുമ്പോ അവന്റെ കാര്യം പറയും, നിന്റെ കൂടെ കൂടുമ്പോ അവന്റെ കാര്യം പറയും, അവന്റെ കൂടെ കൂടുമ്പോ നിന്റെ കാര്യം പറയും. പടച്ചവനെ, ഇവിടെ കൂടുമ്പോ ഇവരുടെ കൂടെ, അങ്ങോട്ട് പോകുമ്പോ അവരുടെ കൂടെ. ഏഷണയും പരദൂഷണവും പറഞ്ഞു പരസ്പരം തമ്മിലടിപ്പിക്കുന്നവരുണ്ടല്ലോ, ബന്ധങ്ങൾ മുറിച്ച് കളയുന്നവരുണ്ടല്ലോ, ഇല്ലാ കഥകൾ പറയുന്നവരുണ്ടല്ലോ. പടച്ചവരെ, അവരാണ് നാളെ പരലോകത്ത് നാണം കെടുത്തിയിട്ട് അല്ലാഹു കൊണ്ടുവരുന്ന രണ്ടാമത്തെ വിഭാഗമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മോനെ, നിന്നെ കാണുമ്പോ നിന്റെ കൂടെ കൂടിയിട്ട് അവന്റെ കുറ്റം പറയും. അവൻ അങ്ങനാണ്, ഇങ്ങനാണ്, കൊള്ളാത്തവനാണ്. അവന്റെ കാര്യങ്ങൾ നിന്നോട് വന്ന് പറഞ്ഞു തരും. ഞാൻ നിന്റെ കൂടെയാ, ഞാൻ നിന്റെ കൂടെയാ. നിന്റെ കണ്ണു മറഞ്ഞ അവന്റെ അടുക്ക ചെന്നിട്ട് നിന്റെ കുറ്റം പറഞ്ഞു കൊടുക്കും. നീ മോശക്കാരനാണ്. അവൻ പടച്ചവനെ പരസ്പരം തമ്മിലടിപ്പിക്കുന്നവനാണ്. അതാ ഭാര്യയും ഭർത്താവിനെയും രണ്ട് തെറ്റാക്കി, കൂടപ്പുറപ്പുകളെ രണ്ട് തെറ്റാക്കി, കുടുംബങ്ങളെ രണ്ടാക്കി, പടച്ചവനെ ഫ്രണ്ട്സുകളെ രണ്ട് വിഭാഗമാക്കി, പരസ്പരം തമ്മിലടിപ്പിച്ചിട്ട് രക്തം കുടിക്കുന്നവരുണ്ടല്ലോ. ഏഷണയും പരദൂഷണവും പറയുന്ന ആൾക്കാരുണ്ടല്ലോ. മോനെ, ശവം തിന്നി ഉറുമ്പുകളെ പോലെയാണ് അവര്, ശവം തിന്നുന്ന ഉറുമ്പുകളെ പോലെയാണ്. ആ സ്വഭാവം നല്ല സ്വഭാവമല്ല പെങ്ങള്. എന്റെ ഉപ്പമാരെ, അറിയാത്ത കാര്യങ്ങൾ പറയല്ലേ വാപ്പാ. എന്റെ ഉമ്മമാരോട് പറയുകയാ, പറയല്ലേ പെങ്ങള്. സിനിമാ തിരക്കഥകളെ പോലും വെല്ലുന്ന രീതിയിൽ തിരക്കഥയുണ്ടാക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ. ഒരു വാർത്ത കൊടുത്താ മതി, പിന്നെ ബാക്കി അവര് എഴുതുകയാണ്, ബാക്കി അവര് പറയുകയാണ്. പടച്ചവനെ, ഓരോ ആൾക്കാരും കൈമാറുമ്പോ അവരുടെ കൈകളിൽ നിന്ന് അല്പം ഇട്ടുകൊടുക്കുകയാ. രണ്ട് മുഖം. ഇവിടെ കൂടുമ്പോൾ പറയും, ഉസ്താദെ, ഞാൻ നിങ്ങളുടെ കൂടെ ഇട്ടാ, നിങ്ങളെ കുറിച്ച് ആ ചങ്ങാതി അങ്ങനെ പറയുന്നുണ്ട്, ഈ ചങ്ങാതി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, നിങ്ങൾ നല്ലൊരു മനുഷ്യനാ, നിങ്ങളെ പോലെ ഒരു നല്ല ആൾ വന്നത് കാരണം ഈ സ്ഥാപനമൊക്കെ ഇങ്ങനെ ആയേ. ഇങ്ങനെ മാക്സിമം പൊക്കും. അങ്ങോട്ട് തിരിഞ്ഞിട്ട് പറയും, മുക്കിക്കൊണ്ട് നടക്കും അവൻ, കണക്കുമില്ല, കാര്യമില്ല. അങ്ങോട്ട് തിരിതാ. എന്റെ പ്രിയപ്പെട്ടവര്, ഭാര്യയും ഭർത്താവും വഴക്കൂടി, രണ്ടും സന്തോഷത്തോടെ ജീവിച്ചതാ. ഇടയിൽ അങ്ങോട്ട് കയറി, സുബ്ഹാനല്ലാഹ്,
രണ്ടുപേരെയും സത്യം പറഞ്ഞാൽ കള്ളം പറയാൻ പാടില്ല എന്നാ. കള്ളം പറയാൻ പാടില്ല, തമാശയ്ക്ക് പോലും പറയാൻ പാടില്ല. എന്നാൽ 3 സാഹചര്യങ്ങളിൽ കള്ളം പറയാൻ അനുവദനീയമാണെന്നാ. 3 സാഹചര്യങ്ങളിൽ കള്ളം പറയാൻ പറ്റും. അതിൽപ്പെട്ട ഒരു കാര്യമാണ്, ഒരു ഭാര്യയും ഭർത്താവും പിണങ്ങി. ഈ ഭാര്യയും ഭർത്താവിനെയും യോജിപ്പിക്കുന്നതിന് വേണ്ടി പറയാറില്ലേ, എടി പിണങ്ങിയിരിക്കുക ഭാര്യയും ഭർത്താവ്, എടി നിന്നെക്കുറിച്ചാ എപ്പോഴും നിന്റെ ഇക്ക പറയണേ, എന്നോട് എപ്പോഴും ചോദിക്കും നിന്നെക്കുറിച്ച്. ചുമ്മാതെ അങ്ങനെ ചോദിക്കത്തൊന്നുമില്ല, എങ്കിലും ഭർത്താവിനെ കുറിച്ച് ഭാര്യയോട് പറയുക, ആരാ പറഞ്ഞ നിന്റെ ഇക്കായ്ക്ക് നിന്നെ ഇഷ്ടമില്ലെന്ന്, പിണങ്ങി നിൽക്കാന്ന്, എപ്പോഴും എന്നോട് ചോദിക്കും നിന്നെക്കുറിച്ച്, നിന്റെ കാര്യങ്ങളൊക്കെ. ഇപ്പുറത്ത് വന്നിട്ട് പറയുന്ന, ആമിന നിന്റെ ഇക്ക നിന്നെക്കുറിച്ച് എപ്പോഴും പറയാറുണ്ടടി, ചോദിക്കാറുണ്ടടി. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും 2 കൂട്ടുകാർ അവർ പിണങ്ങിയിരിക്കുക, അവരുടെ ഇടയിൽ പോയിട്ട് ഇങ്ങനെ പറയാം. രണ്ടുപേരെയും യോജിപ്പിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറയാം. നമ്മളോ ഇല്ലാത്തത് പറഞ്ഞിട്ട് 2നെയും 2 തട്ടാക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പിന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ഉസ്താദ് ഞാൻ ഉള്ളതല്ലേ പറഞ്ഞേ, അതൊരു ചോദ്യമാ. എല്ലാരും ചോദിക്കുന്നത് അവൻ ചെയ്തതല്ലേ പറഞ്ഞത്, നമ്മൾ ചോദിക്കുന്നത് പിന്നെ പറയുന്നു, ഉസ്താദ് ഞാൻ പറഞ്ഞില്ലല്ലോ, കേട്ടതല്ലേ ഉള്ളൂ, ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. എന്തിനാ പറയുന്നേ, ചില ആൾക്കാർ എന്തും പറഞ്ഞിട്ട് നെഞ്ചത്തടിക്കൽ എന്തെന്നറിയോ, എല്ലാം പറഞ്ഞിട്ട് ഒന്നും ഇല്ലാത്ത പോലെ നടക്കും. ഉദാഹരണം പറഞ്ഞാൽ, ഒരു പയ്യൻ പെണ്ണ് കാണാൻ വന്നു, എനിക്കറിയുന്ന ഒരു പയ്യൻ പെണ്ണ് കാണാൻ വന്നു. പെണ്ണിനെയൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു പോയി. ഈ പെണ്ണിൻ്റെ ഉമ്മയുടെ സഹോദരനും ഈ പയ്യനെ കുറിച്ച് അന്വേഷിക്കാൻ നാട്ടിൽ വന്നു. അദ്ദേഹം വന്ന് ആദ്യം കണ്ട ഒരു കടയിൽ കയറിയിട്ട് ചോദിച്ചു, ഞാൻ ഇന്ന ഒരു പയ്യനുണ്ടല്ലോ, എങ്ങനെയാ ചെറുപ്പക്കാരനറിയാം, എന്താ സ്വഭാവം എന്താ? അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ അവനെ കുറിച്ച് വല്ലതും പറഞ്ഞു തരണം, കള്ളും കുടിച്ച് കഞ്ചാവടിക്കുന്ന കൂട്ടുകാരെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് എന്നെ ഈ കടയൊക്കെ തല്ലി പൊട്ടിക്കണം, എനിക്കൊന്നും അറിയത്തില്ല, നിങ്ങൾ വേറെ ആരോടെങ്കിലും പോയി ചോദിക്കാൻ. ഇങ്ങനെ അയാൾ 3 കാര്യമാണ് പറഞ്ഞ്, അവൻ കള്ളു കുടിക്കും, അവൻ കൂട്ടുകാര് കഞ്ചാവടിക്കും, വീട് കയറി തല്ലുന്നവനവൻ. ഈ 3 കാര്യം പറഞ്ഞിട്ടാ ഈ ഉപ്പ പറയണേ, എനിക്കൊന്നും അറിയത്തില്ല, നിങ്ങൾ വേറെ ആരോടെങ്കിലും പോയി ചോദിക്കാൻ. ഇതല്ലേ നീയും ചെയ്യുന്നേ? നീ എല്ലാം പറഞ്ഞിട്ട് പറയും, എന്തിനാമേന വല്ലവരുടെ ഇറച്ചി തിന്നുന്നേ, എല്ലാം പറഞ്ഞ് ഇനി പറയാനൊന്നുമില്ല. നമ്മളിത് നിസ്സാരമായി കാണുന്നു. അല്ലെങ്കിൽ നീ വിചാരിക്കുന്നു, ഉസ്താദ് ഞാൻ നിസ്കരിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോ അവരെന്തൊക്കെയോ പറഞ്ഞു, ഞാൻ ഒന്നും മിണ്ടില്ല, കേട്ടോ? നീ അവനെ കാണുമ്പോഴേ പറയേണ്ട, ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, ഓടണ്ടായിരുന്നോ? നീ ഒരാളെ കാണുമ്പോ ഇങ്ങനെ നിന്റെ അടുക്കൽ മറ്റുള്ളവന്റെ രഹസ്യവുമായി വരുന്നവനെ നീ സൂക്ഷിക്കുപെണ്ണേ. അയൽവാസിയുടെ കൊതിയും നുണയും പറയാൻ വരുന്നവളെ നീ വിശ്വസിക്കരുത്. അവൾ നിന്നെ കുറിച്ച് അപ്പുറത്തു പറയും, അവൾ നല്ലവളല്ലോ. ചെയ്തതാകട്ടെ ചെയ്യാത്തതാകട്ടെ, എന്ത് ഈ ഉറപ്പില്ലാത്ത കാര്യം എന്തിനാ പറയുന്നേ? താടിയും തഴമ്പും എല്ലാം ഇതിന് കണക്ക് തന്നെ. ആലിമെന്നോ ജാഹിലെന്നോ വ്യത്യാസമൊന്നുമില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഫാൻ നോക്കോപ്പാ, ഒന്ന് തിരിച്ചു വെച്ചാടാനിയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇവിടെ ഒരു കാര്യത്തിൽ ഉറപ്പുണ്ടാകണം. കാള പറ്റൂ എന്നൊരു മെസ്സേജ് കണ്ടു, ഉടനെ അറിയുന്ന ഗ്രൂപ്പിൽ മൊത്തം ഷെയർ ചെയ്തു. ഇപ്പം ഗ്രൂപ്പാണല്ലോ മൊത്തം, എങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി, മൊത്തം അറിയാം. അവസാനമാണ് ചിന്തിക്കുന്നത്, പടച്ചവനെ കാള പ്രസവിക്കൂലല്ലോ അല്ലാ, അപ്പത്തേക്കെല്ലാം കഴിഞ്ഞു. ഒരു കാര്യത്തിൽ നമുക്ക് കൺഫേം ഉണ്ടാകണം. ഈ വിഷയത്തിൽ എല്ലാവരും കണക്ക്. അല്ലാഹ് പറഞ്ഞ എന്താ? يا أيها الذين آمنوا إن جاءكم فاسق نبأ فتبينوا أن تصيبوا قوما بجهالة فتصبحوا على ما فعلتم نادمين. അല്ലാഹ് പറയുകയാ, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, അള്ളാനെ കൊണ്ട് വിശ്വസിച്ചവരെ, ഇൻ ജാഅകുൻ ഫാസിഖുൻ, ഒരു വൃത്തികെട്ടവൻ, ഒരു പാവി, ചിലപ്പോൾ തഴമ്പ് കാണാം, ഹജ്ജ് ചെയ്തവനാകാം, ഇമാമാകാം, ഖുർആൻ പഠിച്ചവനാകാം, വഅദ് പറയുന്നവനാകാം, ഫർദ് ഇട്ടവളാകാം, ആരാണെങ്കിലും ഒരു മോശമായ ഒരാള് നിന്റെ അടുക്കൽ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു തന്നാൽ നീ അത് ഉറപ്പില്ലാതെ പറയരുത്. നീ ഉറപ്പില്ലാത്ത കാര്യം നീ പറയരുത്, നീ കാണാത്ത കാര്യം നീ പറയരുത്. പറഞ്ഞ് നീ നാണം കെടുത്തിയതിനു ശേഷം അവസാനം പടച്ചവനെ പറഞ്ഞു പോയല്ലോ എന്ന് തോന്നുമ്പോ
വായിക്കകത്ത് കൈയിട്ടിട്ട് കടിക്കേണ്ടി വരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. കൺഫേം ഇല്ലാതെ പറയരുത് ഇത് കാര്യവും. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല രാജ്യം ഭരിക്കുമ്പോൾ ബോറടിക്കണുണ്ടാ? നിങ്ങൾ പിന്നെ മരണം വീട്ടി ഇരിക്കണ പോലെ ഇരിക്കണം. അതുകൊണ്ട് ചോദിച്ചാ മടുക്കുമ്പോൾ പറയണം കേട്ടാ. ഇൻഷാ അല്ലാഹ് അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും തരുമാറാകട്ടെ. ഉമർ തങ്ങൾ രാജ്യം ഭരിക്കുന്ന കാലത്ത് അബൂ തൽഹ റളിയല്ലാഹു തആല രാത്രി ഇങ്ങനെ താമസിച്ചിട്ടാ അന്ന് വീട്ടിൽ പോയേ. അബൂ തൽഹ റളിയല്ലാഹു തആല രാത്രി ഇങ്ങനെ താമസിച്ചു പോകുമ്പോ ഒരു ചങ്ങാതി ഇങ്ങനെ തലയെ കൂടെ തുണിയിട്ടിട്ട് ഇങ്ങനെ പതുങ്ങി നടന്നു പോവാ, കള്ളം പോകുന്ന പോലെ. ആ നടത്തം കണ്ടാൽ തന്നെ അറിയാം ഈ ചങ്ങാതി കള്ളനാണെന്ന്. അബൂ തൽഹ റളിയല്ലാഹു തആല ചിന്തിച്ചു, ആരാ അല്ലാ ഇത്? ഉമർ രാജ്യം ഭരിക്കണ കാലത്ത് ഇവ എവിടെ പോണ റബ്ബേ? ഇവനെ പിടിക്കണമല്ലോ, ഇവനെ പിടിക്കണം. പതുക്കെ പുറകിൽ പോയി. ഇവൻ ആരാണെന്നറിയാൻ അബൂ തൽഹ റളിയല്ലാഹു തആല പുറകിൽ ഇങ്ങനെ പോയി. ഈ ചങ്ങാതി നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്, തലയിൽ തുണിയിട്ടിട്ടുണ്ട്, ആരാണെന്ന് അറിയണില്ല. ഇങ്ങനെ പതുങ്ങി ആരുമില്ലാതെ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു വീടിന്റെ മുമ്പിൽ ചെന്നു. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. എന്നിട്ട് അനുവാദം പോലും ചോദിക്കാതെ ആ വീടിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. അനുവാദം പോലും ചോദിച്ചില്ല. ഈ പതുങ്ങി രാത്രി ഒരു വീടിനകത്തേക്ക് കയറുകയാ. അപ്പൊ അബൂ തൽഹ തങ്ങൾ നോക്കി, ആരാ അല്ലാ ഇത്? അപ്പോഴാണ് ആ വീടിന്റെ അകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്കിന്റെ വെളിച്ചത്തിൽ ആ മുഖം കണ്ടു. ആരാ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. രാജ്യത്തിന്റെ ഭരണാധികാരി പാതിരാത്രിയിൽ ഒരു വീടിനകത്ത് തലയിൽ തുണിയിട്ടിട്ട് പതുങ്ങി കയറി പോകുകയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പള്ളിയിലെ ഉസ്താദായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, എന്തായിരിക്കും അവസ്ഥയെന്ന്. നമ്മളാണ് ഈ രംഗം കാണുന്നതെങ്കിൽ നമ്മൾ ചിന്തിച്ചു നോക്കിയേ. അബൂ തൽഹ റളിയല്ലാഹു തആലയുടെ ഹൃദയം അങ്ങോട്ട് വിറയ്ക്കാൻ തുടങ്ങി. ഉമറോ പടച്ചവനെ, ഇസ്ലാമിന്റെ ഖലീഫയായ ഉമറിന്റെ മനസ്സ് കീഴ്പ്പെടുത്തിയ പെണ്ണ് ആരാ അല്ലാ? അബൂ തൽഹ റളിയല്ലാഹു തആലയുടെ മനസ്സിൽ ഇങ്ങനെ ചിന്തയാ. പടച്ചവനെ ആരെയും വിളിച്ചു കൂട്ടിയില്ല, പുറത്തിങ്ങനെ നിന്നു. ഇറങ്ങി വരുമ്പോ ചോദിക്കാന്ന് വിചാരിച്ചിട്ട്. അത് വേണം. ഉമർ തങ്ങൾ ഇറങ്ങി വരുമ്പോ ചോദിക്കാമെന്ന് പറഞ്ഞ് മാറി അവിടെ നിന്നു. ഒരാളോടും പറഞ്ഞില്ല, ഒരാളെയും വിളിച്ചു കൂട്ടിയില്ല, ലൈവൊന്നും ഇട്ടില്ല. അങ്ങനെ ഒരുപാട് നേരം നിന്നിട്ട് ഉമർ തങ്ങൾ ഇറങ്ങി വരുന്നില്ല. ഈ അബൂ തൽഹ റളിയല്ലാഹു തആല വീടിനൊരു അടയാളം വെച്ചു, തിരിഞ്ഞു നോക്കാൻ, തിരയാൻ. എന്നിട്ട് തൻ്റെ വീട്ടിൽ പോയി കിടന്നിട്ട് ഉറക്കമൊന്നും വരുന്നില്ല. അങ്ങനെ എപ്പോഴോ ഉറങ്ങി. രാവിലെ എഴുന്നേറ്റപ്പോൾ താമസിച്ചു. അബൂ തൽഹ റളിയല്ലാഹു തആല പള്ളിയിലേക്ക് ഓടി ചെല്ലുമ്പോൾ ആരാ ഇമാമത്തിക്കണേ? ഇന്നലെ രാത്രി തലയിൽ തുണിയിട്ടിട്ട് ഒരു വീടിനകത്ത് കയറിയ ചങ്ങാതിയ ഇമാമത്ത് നിൽക്കണേ. മനസ്സിനകത്തൊരു സമാധാനം ഇല്ലടോ. നിസ്കാരം കഴിഞ്ഞു. അബൂ തൽഹ റളിയല്ലാഹു തആല ഇറങ്ങി. ആ അടയാളം വെച്ച വീട്ടിൽ പോയി. അബൂ തൽഹ റളിയല്ലാഹു തആല ആ വീടിന്റെ പുറത്ത് പോയി നിന്നിട്ട് ചോദിച്ചു, ഇവിടെ ആരുമില്ലേ? അപ്പൊ വീടിനകത്ത് നിന്നിട്ടൊരു പെണ്ണിന്റെ ശബ്ദമാണ് കേട്ടത്. അപ്പൊ പെണ്ണാണെന്ന് ഉറപ്പായി. ആ വീട്ടിലൊരു പെണ്ണാണ് താമസിക്കുന്നതെന്ന് ഉറപ്പായി. അബൂ തൽഹ റളിയല്ലാഹു തആല എന്നിട്ടും ആരോടും പറഞ്ഞില്ല, കൺഫേം ആയി പെണ്ണാ. എന്നിട്ടും അബൂ തൽഹ ചോദിച്ചു, ഞാൻ അകത്തേക്ക് കയറട്ടെ? അനുവാദം ചോദിച്ചിട്ട് വീടിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഒരു പ്രായം ചെന്ന ഉമ്മ കിടക്കുന്നു. അവിടെ എല്ലും തോലുമായ ഒരു ഉമ്മ കിടക്കുന്നു. അബൂ തൽഹ റളിയല്ലാഹു തആല ചോദിച്ചു, ഉമ്മ ഇന്നലെ രാത്രി ഇവിടെ ആരാ വന്നേ? ആ ഉമ്മ പറഞ്ഞു, എല്ലാ ദിവസവും രാത്രി ഒരാളെന്റെ വീട്ടിൽ വരും, ഒരാളെന്റെ വീട്ടിൽ വരും, എന്നെ കുളിപ്പിക്കും, എന്റെ മൂത്രവും കാഷ്ടവും കഴുകി വൃത്തിയാക്കും, എന്നെ കുളിപ്പിക്കും, എന്റെ വസ്ത്രം കഴുകിത്തരും. എനിക്ക് ഭക്ഷണം വെച്ചിട്ട് തിന്നാൻ പല്ലില്ലാത്തത് കാരണം ആ മോന് വായിക്കകത്ത് ചവച്ചരച്ചിട്ട് എനിക്ക് വാരിത്തരും. അബൂ തൽഹ റളിയല്ലാഹു തആലയുടെ കണ്ണ് നിറയാൻ തുടങ്ങി. മാ, അതാരാണെന്നറിയോ? ഇല്ല മോനെ, അതാരാണെന്ന് നിങ്ങൾക്കറിയോ? മോനെ, ഞാൻ ഇത്രയും നാളും ചോദിച്ചിട്ട് ആരാണെന്ന് പറയുന്നില്ല. അപ്പോഴാണ് അബൂ തൽഹ റളിയല്ലാഹു തആല പറഞ്ഞു കൊടുത്തു, ഉമ്മ അതാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല. ഇറങ്ങി ഒരൊറ്റ ഓട്ടം നേരെ ഉമർ തങ്ങളുടെ മുമ്പിൽ ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് പൊരുത്തം തരണം. ഒരു രാത്രി നിങ്ങൾ മോശക്കാരനാണെന്ന് ഞാൻ മനസ്സിൽ കരുതി, ആരോടും ഞാൻ പറഞ്ഞില്ല. ഒരു രാത്രിയെങ്കിലും നിങ്ങളൊരു മോശക്കാരനാണെന്നുള്ള ചിന്ത എന്റെ മനസ്സിന്റെ അകത്തുണ്ടായിരുന്നു.
നിങ്ങളെ കുറിച്ച് ഞാൻ തെറ്റിദ്ധരിച്ചു, അതുകൊണ്ട് എനിക്ക് പൊരുത്തം തരണേ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമർ തങ്ങളോട് പൊരുത്തം ചോദിച്ചെന്ന് ചരിത്രം പറയുമ്പോ എന്റെ ഉമ്മ അതാ ജോലിയെല്ലാം കഴിഞ്ഞ് മിണ്ട ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് അയൽവാസികളായ ഉമ്മമാരുടെ കൂടെ കൂടിയിട്ട് പച്ചയിറച്ചി തിന്നുന്ന ഉമ്മമാരെ ചെയ്യുന്ന അമലുകൾ വെറുതെയാ, ചെയ്യുന്ന അമലുകൾ വെറുതെയാ. നിസ്കാരം കഴിഞ്ഞ് പള്ളിയുടെ പടിയിലിരുന്നിട്ട് കഥ പറയുന്ന വാപ്പാ, അത് നിസാര പാപമല്ല, അത് നിസാര പാപമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പറയുന്ന ഒരു കാരണം ചെയ്തതല്ലേ പറഞ്ഞത്, ചെയ്തതല്ലേ പറഞ്ഞത്. നിനക്കെന്ത് അവകാശമാ പറയാൻ? നമ്മൾ പിന്നെ പറയുന്ന കാരണം ഉസ്താദ് ചെയ്തതല്ലേ പറയാ. ഇപ്പൊ ഉദാഹരണം ഞാൻ ചോദിക്കട്ടെ, ഞാൻ എന്തെങ്കിലും ഒരു തെറ്റു ചെയ്തു എന്ന് കരുതുക, നിങ്ങൾ എല്ലാവരും അറിഞ്ഞു, നിങ്ങൾ എല്ലാവരും ഞാൻ ചെയ്ത തെറ്ററിഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യും? മാക്സിമം ഷെയർ ചെയ്യാൻ പറ്റുന്ന അത്ര ഷെയർ. ഞാൻ ഇപ്പൊ കള്ളു കുടിച്ചെന്ന് കരുത്, അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹ് കാക്കുമാറാകട്ടെ. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും നിങ്ങൾ അറിഞ്ഞു, നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് അറിയുന്നവരോ പ്രവാചകൻ ഞങ്ങളെ ആകുമ്പോൾ പിന്നെ നല്ലതാണല്ലോ. ഞാൻ ഉസ്താദന്മാരാകുമ്പോൾ തിന്നാൻ ഇത്തിരി വല്ലാത്ത ടേസ്റ്റാ, നാട്ടുകാരെ പോലല്ല. നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ കുഴപ്പമില്ല, ഉസ്താദന്മാർ ചെയ്യുമ്പോൾ മാത്രം ഓ സുബ്ഹാനല്ലാഹ് കിട്ടി അങ്ങോട്ട് ഉടനെ എന്തൊക്കെ പൊളിച്ചാന്നറിയോ. നിങ്ങളൊക്കെ പറഞ്ഞു, നിങ്ങളെല്ലാവരും പറഞ്ഞു പടച്ചവന് സിറാജ് ഉസ്താദ് വാഴ് പറയുന്നവൻ എന്നിട്ട് കള്ളു കുടിച്ചു അല്ലെങ്കിൽ വ്യഭിചരിച്ചു, അവൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. അറിയുന്ന എല്ലാവരോടും നിങ്ങൾ പറഞ്ഞു. വൈകുന്നേരമായപ്പോൾ ഞാൻ ചിന്തിച്ചു, അല്ലാ ഞാൻ ചെയ്തത് തെറ്റാണല്ലോ, അല്ലാ ഞാൻ ചെയ്തത് പാപമാണല്ലോ, അല്ലാ ഞാൻ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പടച്ച റബ്ബിന്റെ മുമ്പിൽ ഇരുന്നിട്ട് പറഞ്ഞു, റബ്ബേ എനിക്കൊരു തെറ്റുപറ്റി, ഇനി ഒരിക്കലും ചെയ്യില്ല അല്ലാ, നീ എനിക്ക് പുറത്തുതാ അല്ലാ. ഞാൻ അള്ളാഹിനോട് ദുആ ചെയ്ത എൻ്റെ തൗബ അള്ളാഹു സ്വീകരിക്കോ? പറ സ്വീകരിക്കോ? പറ കാക്കാമാരെ സ്വീകരിക്കോ? പറതാത്തമാരെ സ്വീകരിക്കോ? ഞാൻ അള്ളാഹിനോട് പറഞ്ഞ അള്ളാഹ് എൻ്റെ പാവം പൊറുക്കൂലേ? ഞാൻ രക്ഷപ്പെട്ടു. നീ എന്ത് ചെയ്യും? ഇത് വാട്സപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത നീ, നാണം കെടുത്തിയ നീ അള്ളാന്റെ അടുത്ത് വിളിച്ചിട്ട് റബ്ബേ സിറാജ് ഉസ്താദിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പോയല്ല, പുറത്തുതാ അല്ലാ. കഅബയിലെത്തി ചെന്നിട്ട് ഹജറുൽ അസ്വദ് മുത്തുമ്പോഴും പറയുന്നു, അല്ലാ സിറാജിനെ നാണം കെടുത്തിയല്ല, പുറത്തുതാ അല്ലാ. വല്ല കാര്യമുണ്ടോ? പറ കാക്കാമാരെ, വല്ല കാര്യമുണ്ടോ? നിങ്ങൾ എന്നെ കുറിച്ച് പറഞ്ഞത് അല്ലാ പുറത്തു തരുവോ? എന്താ പറയാ മടിയെന്താ? പുറത്തു തരുവോ? ഇല്ല, ഇല്ല താത്ത. നീ പോയിട്ട് മുത്തിയ പാപം പൊറുക്കുന്ന ഹജറുൽ അസ്വദ് അതും കെട്ടിപ്പിടിച്ചിട്ടാ പറഞ്ഞേ സിറാജിനെ പറഞ്ഞത് പുറത്താ അല്ലാ. ഇല്ല ആമിനാത്ത, നിനക്കത് പൊറുക്കണമെങ്കിൽ നീ എൻ്റെ മുമ്പിൽ തന്നെ വരണം. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഗഫൂറ, അല്ലാഹു റഹീമ. അടിമയും യജമാനനും തമ്മിലുള്ളത് യജമാനം പൊറുക്കും. സിറാജിന് അത്ര മനസ്സ് വിശാലതൊന്നുമില്ല. നമ്മൾ തമ്മിലുള്ളത് നമ്മൾ തന്നെ തീർക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ടാ ഹജ്ജിന് പോകുമ്പോ പൊരുത്തം ചോദിക്കണേ. ഹജ്ജിന് പോകുമ്പോ പിന്നെ പറയണമല്ലോ, ഹജ്ജിന് പോകുമ്പോ എല്ലാ വീടുകളും കയറി ഇറങ്ങി നടന്ന് പൊരുത്തം ചോദിക്കും ഇല്ലേ? ഇപ്പൊ അതൊന്നും ഇല്ല. 4 പേരെ വിളിച്ചു കൂട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടേക്കണം, ടാറ്റ. എന്ത് കാര്യം ചങ്ങാതി? എടാ ഇപ്പൊ വെള്ളിയാഴ്ച, പണ്ട് ഹജ്ജിന് പോകുന്നവൻ, ഉംറയ്ക്ക് പോകുന്നവൻ ഓരോ വീടും കയറി ഇറങ്ങിയിട്ട് ഹജ്ജിന് പോവാ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട്, പൊരുത്തപ്പെടണം. ഞാൻ പലപ്പോഴും പറഞ്ഞു പോയിട്ടുണ്ട്, നിന്നെ ആമിന നിന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പൊരുത്തം ചോദിക്കുന്ന ഒരു കാലം. ഇപ്പത്തെ സമ്പ്രദായം വെള്ളിയാഴ്ച ജുമയ്ക്ക് മൈക്കിന്റെ മുമ്പിൽ വന്നിട്ട് ഞാനും എൻ്റെ ആമിനായും കൂടെ പോകുന്നുണ്ട്, ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടേക്കണം. ആർക്ക് വേണോടാ നിന്റെ പൊരുത്തം ഇല്ലേ? എന്ത് കാര്യം? വെറുതെ ആ ചങ്ങാതി. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. അതാണ് ആ പാപം. കള്ളു കുടിച്ചവൻ അല്ലാഹു പൊറുക്കും, വ്യഭിചരിച്ചവൻ അല്ലാഹു പുറത്തു കൊടുക്കും, പലിശ തിന്നവൻ അല്ലാഹു പുറത്തു കൊടുക്കും. എന്തു വലിയ പാപം ചെയ്താലും അല്ലാഹ് പുറത്തു കൊടുക്കും. കാരണം അല്ലാഹു ഗഫൂറാണ്. അല്ലാഹ് നിന്റെ റബ്ബും നീ അല്ലാഹുടെ അടിമയുമാണ്. അതുകൊണ്ട് പെങ്ങളെ നിസാരമല്ല, നിസാരമല്ല. അതുകൊണ്ട് ജീവിച്ചിരിക്കുക
മരിപ്പിക്കുന്ന ആൾക്കാരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തറിയോ? മരിക്കുന്നതിന് മുമ്പ് 4 കാര്യം ചെയ്യണേ. മരിക്കുന്നതിന് മുമ്പ് 4 കാര്യം ചെയ്യണേ. ആ 4 കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യം എന്തെന്നറിയോ? എടോ, മയ്യത്ത് പള്ളിക്കകത്ത് കൊണ്ടുവച്ചിട്ട് ഖതീബ് പറയുകയാ, ഈ മനുഷ്യൻ ആരുടെയെങ്കിലും മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു കൊടുക്കണേ. അതിലൊരു കാര്യവുമില്ല ഉമ്മ, അതിലൊരു കാര്യവുമില്ല വാപ്പാ. ജനാസ പള്ളിയിൽ കൊണ്ടുവച്ചിട്ട് ഉസ്താദ് പറയാ, ഈ മനുഷ്യൻ ആരുടെയെങ്കിലും മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു കൊടുക്കാൻ വല്ല കാര്യമുണ്ടോ? ഇല്ല. നീ കുറ്റം പറഞ്ഞവൾ ഇപ്പൊ ഈ സദസ്സിലിരിക്കുന്നുണ്ട്, നീ കളിയാക്കിയവൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇറങ്ങി പോകുമ്പോ ആണത്തത്തോടെ കൈപിടിച്ചിട്ട് പറ, ഞാൻ പറഞ്ഞിട്ടുണ്ട് പൊരുത്തന്താ എന്ന്. ജീവിച്ചിരിക്കുമ്പോ നീ പൊരുത്തം ചോദിക്ക്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അത് നിസ്സാരമായ കാര്യമല്ല, അത് നിസ്സാരമായ കാര്യമല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് ചോദിച്ചു, സഹാബാ, നബി തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. സ്വർഗ്ഗത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ സഹാബത്ത് മുഴുവനും ഇങ്ങനെ നബി തങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, സഹാബാ, സ്വർഗ്ഗത്തിന്റെ അവകാശിയായ ഒരാളെ ഞാൻ കാണിച്ചു തരട്ടെയോ? അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ അവകാശിയായ ഒരാളെ ഞാൻ കാണിച്ചു തരട്ടെയോ? ബലാ യാ റസൂലല്ലാഹ്. ആരാണ് നബിയേ? ആരാണ് നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുഖത്ത് നോക്കിയിട്ട് സഹാബത്ത് മുഴുവനും കാത്തിരിക്കുകയാ. എന്റെ പേരായിരിക്കും, എന്റെ പേരായിരിക്കും, എന്നെ കുറിച്ചായിരിക്കും നബി തങ്ങൾ ആരെയാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് സഹാബത്ത് മുഴുവനും ഇങ്ങനെ കാത്തിരിക്കുമ്പോ നബി തങ്ങൾ പറഞ്ഞു, സഹാബത്ത്, ഇനി പള്ളിയിൽ ആദ്യമായിട്ട് ആരാണോ കടന്നു വരുന്നത്, ഈ പള്ളിയിലേക്ക് ആരാണോ ഇനി ആദ്യമായിട്ട് കടന്നു വരുന്നത്, ആ മനുഷ്യന് സ്വർഗ്ഗത്തിലാണ് സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ സഹാബത്ത് മുഴുവനും പള്ളിയുടെ വാതിലിലേക്ക് നോക്കുകയാ. ആരാ അല്ലാ, ആരാ അല്ലാ, ആ ഭാഗ്യവാൻ ആരാ അല്ലാ? സഹാബത്ത് മുഴുവനും നോക്കി നിൽക്കുമ്പോ ഒരു പാവപ്പെട്ടവനായ സഹാബി കടന്നു വരികയാ. ഒലുവെടുത്തിട്ട് തന്റെ ശരീരത്തിലൂടെ വെള്ളത്തുള്ളികൾ ഇങ്ങനെ വീഴുന്നുണ്ട്. ഒരു കയ്യിൽ ഇങ്ങനെ ചെരുപ്പ് പിടിച്ചിട്ടുണ്ട്. ഒരു പാവപ്പെട്ട സഹാബിയാണ് പള്ളിക്കകത്തേക്ക് കയറി വരുന്നത്. ഈ മനുഷ്യന് സ്വർഗ്ഗത്തിന്റെ അവകാശിയാണെന്ന് നബി തങ്ങൾ പറഞ്ഞിരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂല് പിന്നീടും അത് പറഞ്ഞു. എപ്പോഴും വരുന്നത് ഈ പാവപ്പെട്ടവൻ തന്നെയാണ്. ഇത് കണ്ടപ്പോ ഒരു സ്വഹാബി ഈ മനുഷ്യന് എന്ത് നന്മയാണ് ചെയ്യുന്നതെന്നറിയാ കൂടെ കൂടുകയാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോവുകയാണ്. പടച്ചവനെ, എന്ത് നന്മയാണ് ചെയ്യുന്നതെന്നറിയാ. ആ മനുഷ്യനെ സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ നിസ്കാരമുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, ദിക്ർ പറയുന്നുണ്ട്. വലിയ സൽക്കർമ്മമൊന്നും ആ മനുഷ്യന്റെ ജീവിതത്തിലില്ല. എത്ര നോക്കിയിട്ടും മനസ്സിലാകുന്നില്ല. ഞാനൊക്കെ ചെയ്യുന്നതിന്റെ അത്ര പോലും ആ പാവപ്പെട്ടവന് ചെയ്യുന്നില്ല. പിന്നെ എങ്ങനെയാ അല്ലാ ഈ മനുഷ്യൻ സ്വർഗ്ഗത്തിലാണെന്ന് നബി തങ്ങൾ പറഞ്ഞത്? അവസാനം ആ സഹാബിയ മനുഷ്യനോട് ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ സ്വർഗ്ഗത്തിലാണെന്ന്, നിങ്ങൾ സ്വർഗ്ഗത്തിലാണെന്ന്. നിങ്ങൾ എന്ത് നന്മയാണ് ചെയ്യുന്നതെന്നറിയാനാ ഞാൻ വന്നത്. ഒന്നും കാണുന്നില്ല. നിങ്ങൾ പ്രത്യേകമായിട്ട് വല്ല നന്മയും ചെയ്യുന്നുണ്ടോ? പ്രത്യേകമായിട്ട് നിങ്ങൾ എന്തെങ്കിലും നന്മ ചെയ്യുന്നുണ്ടോ? അല്ലാ, ആ മനുഷ്യൻ പറയുന്ന ഒരു നന്മയുമില്ല. പിന്നെ എങ്ങനെയാ എന്റെ നബി തങ്ങൾ ഞാൻ സ്വർഗ്ഗത്തിലാണെന്ന് പറഞ്ഞത്? അവസാനം ആ മനുഷ്യൻ പറയുകയാ, എനിക്ക് തോന്നുന്നത്
എനിക്ക് ഈ ലോകത്ത് ഒരാളോടും വെറുപ്പില്ല, ഈ ലോകത്ത് ഒരാളോടും എനിക്ക് അസൂയയില്ല, ഒരാളോടും വെറുപ്പില്ല, ഒരാളോടും വിദ്വേഷമില്ല. ലോകത്തുള്ള എല്ലാവരോടും എനിക്ക് സ്നേഹമാ. അല്ലാഹുവേ, ഈ മനസ്സാണ് നമുക്ക് വേണ്ടത്, ഈ മനസ്സാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഏഷണിയും പരദോഷണവും ഇല്ല കഥകളും പറയുന്നത് നല്ല സ്വഭാവമല്ല. വിറക് തിന്നുന്നത് പോലെ നിന്റെ നന്മകൾ മുഴുവനും തിന്നുന്ന കാര്യമാണ് പെങ്ങള്. അതുകൊണ്ട് അല്ലാഹു നിന്നെ നാണം കെടുത്തും ഉമ്മ. ആരുമറിയാതെ അവിടെയും ഇവിടെ ഇരുന്നിട്ട് ഇല്ല കഥകൾ പറയുന്നവര് നാളെ നാണം കെടുത്തിയിട്ട് ഇവിടെ 40 പേരുടെ മുമ്പിലാണ് നീ നാണം കെടുത്തിയതെങ്കിലും കോടാനുകോടി വരുന്ന ജനതയുടെ മുമ്പില് തലതാട്ടി പിടിച്ച് ദുർഗന്ധമടിക്കുന്ന കോലത്തില് ജനങ്ങള് കണ്ടാ വെറുപ്പ് തോന്നുന്ന രീതിയില് അല്ലാഹു നാളെ പരലോകത്ത് നിന്നെ കൊണ്ടുവരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, പൊരുത്തം ചോദിക്കാൻ ജീവിച്ചൊരിപ്പുള്ളവരോട് പൊരുത്തം ചോദിക്കൂ. മരിച്ചുപോ അവർക്ക് വേണ്ടി ജാരിയായ സദക്ക കൊടുത്തിട്ട് ഹദിയ ചെയ്തിട്ട് നീ ദുആ ചെയ്യൂ. അല്ലാഹുവേ, ഞങ്ങളുടെ പാപം പുറത്തു തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ പാപമതാണ്, രണ്ടാമത്തെ പാപമതാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഇത് ചെയ്യാത്ത ആരുമില്ലടോ, നീ ചെയ്യാത്ത ആരുമില്ലടോ. നിനക്ക് അഹങ്കാരമില്ലായിരിക്കാം, നീ ഏഷണിയും പരദൂഷണവും പറയാത്ത നല്ലവനായിരിക്കാം. എന്നാ ഈ പറയുന്ന പാപം ഒരിക്കലെങ്കിലും നിന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടാകാം. ഈ പറയുന്ന തെറ്റുണ്ടല്ലോ നിന്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നീ ചെയ്ത പാപമാണ്. മഹാനായ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ തഫലത ജാഹുൽ കിബില ജാ യൗമൽ ഖിയാമ തഫലഹു ബൈന ഐനൈ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ, കോടാനുകോടി വരുന്ന ജനങ്ങൾ മുഴുവനും നിൽക്കുന്ന പടച്ച റബ്ബിന്റെ കോടതിയുണ്ടല്ലോ. ആ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ ഒരു മനുഷ്യന്റെ മുഖത്ത് മുഴുവനും തുപ്പല. നമ്മൾ തുപ്പുന്ന തുപ്പലുണ്ടല്ലോ, നമ്മള് കഫം തുപ്പാറില്ലേ, നമ്മള് നോമ്പുകാരായിരിക്കുമ്പോ തുപ്പാറില്ലേ. ഈ തുപ്പല് മുഴുവനും ഒരു മനുഷ്യന്റെ മുഖത്ത് അല്ലാഹു ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ആ തുപ്പലും ചുമന്നിട്ട് അല്ലാഹുവിന്റെ കോടതിയിൽ ദുർഗന്ധമടിക്കുന്ന കോലത്തില് കടന്നു വരുന്നത് ആരാണെന്നറിയോ? നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ നേരെ, കിബിലയുടെ നേരെ ഏതെങ്കിലും ഒരു മനുഷ്യന് തുപ്പിയ ആ തുപ്പല് പരലോകത്ത് നിന്റെ മുഖത്തുണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആരെങ്കിലും കഅബാലയത്തിന്റെ നേരെ, കിബിലയുടെ നേരെ തുപ്പിയ ആ തുപ്പല് നാളെ പരലോകത്ത് വരുമ്പോ നിന്റെ മുഖത്തുണ്ടാകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് പുറത്തുതരുമാറാകട്ടെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തുപ്പിയിട്ടില്ലേ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തുപ്പിയിട്ടുണ്ടോ? കിബിലയുടെ നേരെ തുപ്പുക. പള്ളിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ജനലിൽ കൂടെ തുപ്പരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നേരെ എഴുന്നേറ്റ് പോയിട്ട് ഒരൊറ്റ തുപ്പ. എന്ത് കിബില? എടാ, വലത് എവിടെ തുപ്പണ്ടേന്ന് പോലും നമുക്കറിയില്ല. എവിടെയാണ് നമ്മൾ തുപ്പേണ്ടത്? വലതു ഭാഗത്താണോ, ഇടതു ഭാഗത്താണോ, മുമ്പിലാണോ, പുറകിലാണോ?
എവിടെ തുപ്പണ്ടേന്ന് പോലും നമുക്കറിയില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരുപാട് പേര് ആ പരിശുദ്ധമായ കഅബാലയത്തെ ലക്ഷ്യമാക്കി ഹജ്ജിന് പോയവരുണ്ട്, പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്നവരുണ്ട്. അള്ളാഹു എല്ലാവരുടെയും യാത്ര അള്ളാഹു ഖൈറിലാക്കുമാറാകട്ടെ. ഇന്നും അൽഹംദുലില്ലാ നമ്മുടെ ഇവിടെ അടുത്തുള്ള ചാമക്കാലയിലുള്ള അബ്ദുള്ള ഹാജി ഇവിടെ വന്നിരുന്നു. ആ മനുഷ്യനും തൻ്റെ ഭാര്യയും ഇൻഷാ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് വേണ്ടി ഹജ്ജിന് പോകുന്നു. ഇന്ന് പോയിരുന്നു ഒരുപാട് പണ്ഡിതന്മാർ, ഒരുപാട് ആൾക്കാർ. അൽഹംദുലില്ലാ ജീവിതത്തിൽ ആ മനുഷ്യനുള്ള ഏറ്റവും വലിയ കാര്യം ഒരുപാട് ഉസ്താദന്മാരൊക്കെ കൂടി മജ്ലിസുൻ നൂർ മുതഅല്ലിമീങ്ങളൊക്കെ അള്ളാഹുവരുടെ യാത്ര അള്ളാഹു ഖൈറിലാക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ബക്കറ്റ് പിരിവുണ്ടോ? ബക്കറ്റ് പിരിവുണ്ടോ? എല്ലാവരും ഒന്ന് പോക്കറ്റ് കൈവച്ചേ. അൽഹംദുലില്ലാ ഹജ്ജിന് പോകണം നമുക്ക്. മരിക്കുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം, ആ വിശുദ്ധമായ കഅബാലയം ഒന്ന് കാണാൻ അല്ലാഹുവേ ളുയൂഫുർ റഹ്മാൻ, എനിക്ക് അല്ലാഹുവിന്റെ അതിഥിയാകണം പടച്ചവരെ. എന്റെ പ്രിയപ്പെട്ടവരെ, സംഘാടകർ ബക്കറ്റുമായി കടന്നു വരികയാണ്. സഹോദരാ, മനസ്സാണ് വേണ്ടത്, മനസ്സാണ് വേണ്ടത്. തൗഫീഖ് തരുന്നത് അല്ലാഹ്, തൗഫീഖ് തരുന്നത് അല്ലാഹ്. പെങ്ങളെ കൊടുക്ക പൊന്നുമോളെ, അല്ലാഹു നിനക്ക് തന്നതിൽ നിന്ന് ലക്ഷങ്ങളൊന്നും ചോദിച്ചില്ലല്ലോ. പോകണമെങ്കിൽ 6-7 ലക്ഷം രൂപയാണ് വേണ്ടത്. പടച്ചവനെ അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന ആൺകുട്ടികള്, പടച്ചവനെ കിതാബ് പഠിക്കുന്ന മക്കള്, അഫ്ളുൽ ഇൽമ പഠിക്കുന്ന, പടച്ചവനെ സനായ പഠിക്കുന്ന ഒരുപാട് മക്കള്, ആണും പെണ്ണും. പടച്ചവന് എത്ര മക്കളാ സഹോദരാ, ആൺകുട്ടികളും പെൺകുട്ടികളുമായ നൂറുകണക്കിന് മക്കള് പഠിക്കുന്ന ഒരു സ്ഥാപനമാണ്. ലക്ഷക്കണക്കിന് രൂപ ഓരോ മാസവും ചെലവാണ്. അല്ലാഹുവേ, ആ മക്കൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം കൊടുത്തു. അല്ലാഹുവോട് പറയണം, പടച്ചവനെ മരിക്കുന്നതിന് മുമ്പ് അതിനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്, അതിനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. മനസ്സറിഞ്ഞുകൊണ്ട് കൊടുക്കണോ, മനസ്സറിഞ്ഞുകൊണ്ട് കൊടുക്കണോ. അള്ളാന്റെ റസൂല് പറഞ്ഞു, ഒരാളും വെറുതെ കൊടുക്കണ്ട, ഒരാളും മോസിന് കൊടുക്കണ്ട. കൊടുത്താ നേട്ടം നിനക്ക് തന്നെയാണ്. സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന്, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന്. വരാനിരിക്കുന്ന ദുരന്തങ്ങളുണ്ടല്ലോ, അപകടങ്ങളുണ്ടല്ലോ, മാരകമായ രോഗങ്ങളുണ്ടല്ലോ, പനി പടരുന്നത് പോലെ ക്യാൻസർ പടരുന്ന കാലമാ. ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ക്യാൻസറാണ്, കിഡ്നി രോഗമാണ്, ലിവർ രോഗമാണ്, ശരീരം തളർന്നു കിടക്കുന്നവരോ ഒരു രോഗിയെങ്കിലും ഇല്ലാത്ത വീടില്ലടോ. അവരുടെ വേദന കാണുന്നവരാ, അവരുടെ അവസ്ഥ കാണുന്നവരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോ, രോഗമില്ലാത്തവര് വളരെ കുറവാണല്ലോ. പലരും പറയുന്ന ഉസ്താദേ ഒരുപാട് മരുന്ന് കഴിച്ചു, എന്റെ രോഗം മാറുന്നില്ല, എന്റെ പ്രയാസം മാറുന്നില്ല. പെങ്ങളെ മാറണോ മോളെ? ഓരോ ഹോസ്പിറ്റലുകളും കയറിയിറങ്ങി ലക്ഷങ്ങളെ കളയണ്ട പെങ്ങളെ. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന നിന്റെ രോഗം മാറണോ വാപ്പാ, നിന്റെ രോഗം മാറണോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബാ, അല്ലാഹുവിന് ചില അടിമകളുണ്ട് സഹാബ, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാ
അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഇപ്പൊ ബക്കറ്റ് വന്നാ കൊടുക്കാത്തവനോട് ഞാൻ ചോദിക്കട്ടെ, എന്റെ ഉപ്പയോട് ചോദിക്കട്ടെ, എന്റെ സഹോദരനോട് ചോദിക്കട്ടെ, ഇപ്പൊ ബക്കറ്റ് വരുമ്പോ 10 രൂപ ഇടാൻ മടിക്കുന്ന മനുഷ്യ, നിനക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റിയാൽ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. അതാ ഐസിബിനകത്ത് കേട്ടു ഡോക്ടർ പറയുന്നു സർജറി ചെയ്യണം, 24 മണിക്കൂർ കഴിഞ്ഞാ പറയാ പെങ്ങള് നാളെ രാവിലെ നിന്റെ മകൻ ഈ സ്ഥാപനത്തിൽ ഉസ്താദിന്റെ റൂമിന്റെ മുമ്പിലുണ്ട്. ഉസ്താദേ, ഉമ്മ തന്നു വിട്ടതാണ് ഈ പൈസ, ഉമ്മ തന്നു വിട്ടതാണ് ഈ പൈസ. മുത്തഅല്ലിമീങ്ങളെ വിളിച്ചിരുത്തിയിട്ടൊന്ന് ദുആ ചെയ്യണം, എന്റെ വാപ്പ രക്ഷപ്പെടണം, എന്റെ വാപ്പ രക്ഷപ്പെടണം. പെങ്ങളെ ഇപ്പൊ നീ അനങ്ങാതെ ഇരിക്കുന്നു, ശരീരത്തിലൊരു മുഴവെന്നോ ഡോക്ടർ പറയുന്നു ക്യാൻസർ ആണെന്ന് തോന്നുന്നു, ഒന്ന് ടെസ്റ്റിനയക്കണം പെങ്ങളോ. അല്ലാ, ആ റിസൾട്ട് വരുമ്പോ എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ. നീ സദക്ക കൊടുക്കാറുണ്ടല്ലോ, പള്ളികൾക്ക് കൊടുക്കാറുണ്ടല്ലോ, യതീമീങ്ങൾക്ക് കൊടുക്കാറുണ്ടല്ലോ, എന്തിനാ നിനക്ക് രക്ഷപ്പെടാറ്? ദുആ ചെയ്താ പോരെ, എന്തിനാ പൈസ കൊടുക്കുന്നത്? ഉസ്താദിനോട് വന്നിട്ട് മുത്തഅല്ലിമീങ്ങളെ കുറിച്ച് ദുആ ചെയ്യാൻ പറഞ്ഞാ പോരെ, എന്തിനാ കാക്കാ പൈസ കൊടുത്തു വിടുന്നത്? അപ്പൊ നിനക്കറിയാം കൊടുത്താ രക്ഷപ്പെടുമെന്ന്. അപ്പൊ നിങ്ങൾക്കറിയാം സദക്ക കൊടുത്താൽ രക്ഷപ്പെടുമെന്ന്. അതല്ലേ ഞാനും പറഞ്ഞത്. ഈ സദക്ക കൊടുത്താൽ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യേണ്ട ഒരവസ്ഥ തന്നെ വരില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. സദഖത്തു റദ്ദുൽ ബലാ, ആ വിപത്തുകളെ തട്ടിമാറ്റാൻ സദക്ക കഴിയും. നിന്റെ ഈ എന്തെങ്കിലും ഒരു മോശമായ മാരകമായ രോഗത്തിന്റെ അണുക്കൾ നിന്റെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ സദക്ക കരിച്ചു കളയുമെങ്കിൽ ഈ 10, 20, 100 അല്ലേ പോകൂ, ഇതല്ലേ പോകത്തുള്ളൂ. ഒരു ഡോക്ടറെ കാണണമെങ്കിൽ ഇപ്പൊ 200 രൂപ 250 രൂപ ഫീസാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഈ പൊന്നു മക്കൾക്ക് വേണ്ടി ഇവിടെ ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കുന്നു. ഞാൻ പറഞ്ഞു ഉസ്താദെ, അടുത്ത ബാച്ച് വരുമ്പോ ഈ മക്കൾക്ക് കടക്കാൻ സ്ഥലമില്ല. ഇതിന്റെ പുറകിൽ ഒരു ബിൽഡിംഗ് കാണുന്നു, അതിന്റെ മുകളിൽ ഒരു ഫില്ലർ കെട്ടിക്കെട്ടുന്നു, പൊക്കിയിട്ട് വേണം അടുത്ത ബാച്ചിലെ പെൺകുട്ടികളെ തിരക്കിട്ട് അവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കാൻ. അൽഹംദുലില്ലാഹ്, വലിയൊരു ലക്ഷ്യമാ സഹോദര. അവനവന്റെ കയ്യിലുള്ളതിൽ അല്ലാഹ്, എൻ്റെ ശരീരത്തിൽ എവിടെയെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കളുണ്ടെങ്കിൽ ഈ കൊടുക്കുന്ന സദക്കയുടെ ബറക്കത്ത് കൊണ്ട് നീ അത് കരിച്ചു കളയണം. എനിക്ക് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീക്ക് വേണം. സ്റ്റേജിൽ നിന്നും കൂടെ ആദ്യം പിടി മക്ക മോനെ, സ്റ്റേജിൽ കയറാദ്യം ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, ഒരു 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹ്, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ട് ഒരു സദക്ക കൊടുക്കുന്നുണ്ടോ സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്, അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്, മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്, അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്, ശരീരത്തിന്റെ ഭാഗങ്ങൾ മുറിച്ചു മാറ്റുന്ന രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, കഅബാലയത്തിന്റെ നേരെ കിബിലയുടെ നേരെ തുപ്പല്ലേ, കിബിലയുടെ നേരെ തുപ്പല്ലേ, അത് ചെറിയ പാപമല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തെ ബഹുമാനിക്കണേ പെങ്ങളോ. അല്ലാഹുവിന്റെ കഅബാലയത്തെ നിങ്ങൾ ആദരിക്കണേ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിനെ നിങ്ങൾ ബഹുമാനിക്കണേ.
പ്രിയപ്പെട്ടവരെ, ബഹുമാനിക്കേണ്ട ഒരു സ്ഥലമാണ് കഅബാലയം. പരിശുദ്ധമായ ഹജ്ജിന്റെ കർമ്മത്തിനായി പടച്ചവനെ ഹാജിമാര് കഅബാലയത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. ഹജ്ജ് ചെയ്യുന്നതിന് വേണ്ടി മക്കയിലെത്തുന്ന ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിന്റെ കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ കഅബ ശരീഫ. ഹജ്ജിന് പോകുന്ന ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ മോഹം, പടച്ചവരെ ഏറ്റവും വലിയ കാര്യം അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമാണ്. ഹജ്ജിന്റെ ഭാഗമായി ഒരുപാട് അമലുകൾ ചെയ്യാറുണ്ട്. പടച്ചവനെ തവാഫ് ചെയ്യാറുണ്ട്, സഅയ് ചെയ്യാറുണ്ട്, അറഫയിൽ പോകാറുണ്ട്, മുസ്തലിഫയിൽ പോകാറുണ്ട്, മിനയിൽ താമസിക്കാറുണ്ട്, ജംറയിൽ കല്ലെറിയാറുണ്ട്. ഒരുപാട് അമലുകൾ പടച്ചവനെ ഹജ്ജുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഹാജിമാര് ചെയ്യാറുണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനമായത് കഅബാലയത്തിലെ ചുറ്റല. ഏറ്റവും വലിയ കാര്യം പടച്ചവനെ കഅബാലയത്തിലെ തവാഫാണ്. ആ മതാബിലെ തവാഫാണ്. ആ പരിശുദ്ധമായ കഅബാലയമാണ്. പക്കയിൽ പോകുന്നവർക്ക് മാത്രമല്ലടോ, ഹജ്ജിന് പോകുന്നവർക്ക് മാത്രമല്ല കഅബാലയവുമായി ബന്ധമുള്ളത്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗേഹമാണ് പരിശുദ്ധമായ കഅബാലയം. ഹജ്ജിന് പോകുന്നവർക്ക് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ സത്യവിശ്വാസികൾക്കും കഅബാലയം എന്ന് കേൾക്കുമ്പോൾ ആദരിക്കേണ്ട സ്ഥലമാണ്, ബഹുമാനിക്കേണ്ട കാര്യമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂട്ടാൻ കഴിയാത്ത ഒരു കാര്യമാണ് കഅബാലയം. അല്ലെങ്കിൽ നമ്മളൊന്നെടുത്തു നോക്കണോ, നിസ്കരിക്കുന്ന സമയത്ത് മാത്രമല്ല കഅബാലയത്തെ ബഹുമാനിക്കേണ്ടത്, നിസ്കരിക്കുമ്പോ മാത്രമല്ല ചെറുപ്പക്കാരാ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കഅബയുമായിട്ടുള്ള ബന്ധം ഒഴിവാക്കാൻ കഴിയില്ല. കഅബാലയുമായി ബന്ധപ്പെട്ട് നമ്മളൊന്നെടുത്ത് വായിച്ചു നോക്കൂ. നിസ്കരിക്കുമ്പോ മാത്രമല്ല കഅബാലയുമായിട്ട് ബന്ധമുള്ളത്. നീ ഉളുവെടുക്കുമ്പോ, നീ നിസ്കരിക്കുമ്പോ, നീ ഖുർആൻ ഓതുമ്പോ, നീ ദുആ ചെയ്യുമ്പോ, എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും കഅബാലയത്തിന്റെ നേരെയാണ് നീ നിൽക്കേണ്ടത്. ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യം വേണമെങ്കിലും എടുത്തു നോക്കിക്കോ, നമ്മുടെ ബന്ധം കഅബയുമായിട്ടാ. ഒരു സത്യവിശ്വാസികളുടെ ജീവിതം കഅബയുമായിട്ടാ. നിസ്കരിക്കുമ്പോൾ മാത്രമല്ല കഅബയുടെ നേരെ നിൽക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, നമ്മൾ ഖുർആൻ ഓതുകയാണെങ്കിൽ കഅബാലയത്തിന്റെ നേരെ ഇരുന്ന് വേണം ഓതാൻ. നമ്മൾ ദുആ ചെയ്യണമെങ്കിൽ ഖിബലയുടെ നേരെ ഇരുന്ന് വേണം ചെയ്യാൻ. എന്തിനാ? നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഖിബലയുമായി ബന്ധപ്പെട്ടതാ. ഇനി നമ്മൾ മരിക്കാൻ കിടക്കുക, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോഴും എങ്ങനെ കിടത്തുന്നത്? കഅബാലയത്തിന്റെ നേരെയല്ലേ. ഒരാൾ മരിക്കാൻ കിടക്കുക, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോഴും ആ മനുഷ്യനെ ഖിബലയുടെ നേരെയാ കിടത്തുന്നത്. നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോഴും ഖിബലയുടെ നേരെ വേണം കാണാൻ. കഅബാലയം കാണുന്ന രീതിയിൽ കടന്നുറങ്ങുകയാണെങ്കിൽ പോലും നമ്മൾ കഅബാലയം കാണുന്ന രീതിയിൽ വേണം കിടക്കാൻ. ആ കഅബാലയത്തെ ബഹുമാനിച്ചുകൊണ്ട് വേണം കിടക്കാൻ. ഒരാൾ മരിക്കാൻ കിടക്കുക, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്നവനെ അങ്ങനെ കിടത്ത കഅബാലയത്തിന്റെ നേരെ. മരിച്ച മയ്യത്ത് കിടത്തേണ്ടത് എങ്ങനാ? മരിച്ചു കഴിഞ്ഞു, ആ മനുഷ്യന്റെ മയ്യത്ത് കിടത്തുമ്പോ അപ്പോഴും കഅബാലയത്തിന്റെ നേരെയാ. ഇനി പള്ളിക്കാട്ടി കൊണ്ടുപോയി കബറടക്കുമ്പോ എങ്ങോട്ടാ തല വെക്കുന്നത്? അതും കഅബാലയത്തിന്റെ നേരെയാ. ഇതാണ് കഅബ. നമ്മുടെ എല്ലാ വിഷയങ്ങളിലും നമ്മൾ കഅബാലയത്തെ ആദരിക്കണം. കഅബയുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ടാക്കിയെടുക്കാൻ കഴിയണം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഹജ്ജിന് പോകുന്നവർക്ക് മാത്രമല്ലല്ലോ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളുമായി നമുക്ക് കഅബയുമായിട്ടൊരു ബന്ധമുണ്ടാക്കിയെടുക്കാൻ കഴിയണം. കഅബാലയത്തിന്റെ പ്രത്യേകത എന്താ മനസ്സിലാക്കണം. പരിശുദ്ധമായ കഅബയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. എന്താ പ്രതിഫലം? എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ഖിയാമത്ത് നാളിൽ വെച്ച് പരലോകത്ത് വെച്ചിട്ട് അല്ലാഹു കഅബാലയത്തോട് ചോദിക്കും, നിനക്ക് എന്തേ വേണ്ടത്? കഅബാലയം അല്ലാഹുവിനോട് പറയും, എന്നെ ആരൊക്കെ വന്ന് കണ്ടിട്ടുണ്ടോ അവരെ മുഴുവനും നീ അവർക്ക് മുഴുവനും സ്വർഗം കൊടുക്കണമല്ലാ. കഅബാലയം അല്ലാഹുവിനോട് പറയുമത്രേ, പടച്ചവനെ എന്നെ ആരൊക്കെ വന്ന് കണ്ടിട്ടുണ്ടോ, എന്നെ ആരെല്ലാം വന്ന് കണ്ടിട്ടുണ്ടോ അവർക്ക് മുഴുവനും നീ സ്വർഗം കൊടുക്കണം. ആ കഅബാലയം നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകും. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഅബാലയത്തിന്റെ പ്രത്യേകത എന്താ? പഠിക്കണം നമ്മൾ. കഅബാലയത്തിന്റെ പ്രത്യേകത ഖുർആൻ തന്നെ പറഞ്ഞത്, വൈദ് ജഅൽനൽ ബൈത മസാബത്തൻ ലിന്നാസി വഅംന. ഖുർആൻ പറയാ,
ആ പരിശുദ്ധമായ കഅബാലയത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വൈദ് ജഅൽനൽ ബൈത മസാബത്തൻ ലിന്നാസി വഅംന. ഖുർആൻ പറയുക, ആ കഅബാലയത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കണ്ടാൽ ആഗ്രഹം തീരാതെ വീണ്ടും വീണ്ടും കാണാൻ കൊതിക്കുന്ന ഒരു കാര്യമാണ് വിശുദ്ധമായ കഅബാലയം. കഅബാലയത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഊട്ടിയിലാണെങ്കിലും കൊടൈക്കനാലിലാണെങ്കിലും മൈസൂർ ആണെങ്കിലും ബാംഗ്ലൂർ ആണെങ്കിലും ഗോവയാണെങ്കിലും ദുബൈയിലാണെങ്കിലും സിംഗപ്പൂരാണെങ്കിലും എവിടെ കറങ്ങാൻ പോയിട്ടുള്ള ആളാണെങ്കിലും ഒരു വട്ടമോ രണ്ടു വട്ടമോ പോയി പിന്നെ പറയുമ്പോൾ പറയും നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോകാം. അതിന് എവിടെ പോയ ആളാണെങ്കിലും നമ്മൾ ഒരു വട്ടം കണ്ടു രണ്ടു വട്ടം കണ്ടു അല്ലേ? ഇപ്പൊ മസനഗുടി വഴി ഊട്ടി എന്ന് പറയുന്ന പോലെ ഒരു വട്ടേ പോകൂ, പിന്നെ ഊട്ടിയൊന്നും പോണ്ട. ഇട നമ്മൾ എവിടെ പോയി കണ്ടവരാണെങ്കിലും രണ്ടാമതോ മൂന്നാമതോ പറയുമ്പോൾ നമ്മൾ എന്തു പറയും? അടുത്ത സ്ഥലം പോകാം, മടുത്തു. എന്നാൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ കഅബാലയത്തിൽ എത്ര പ്രാവശ്യം പോയാലും വീണ്ടും വീണ്ടും പോകാൻ മനസ്സാഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ കഅബാലയം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, ഉറക്കപ്പുറം ഈമാൻ തരുമാറാകട്ടെ. ഓരോ മനുഷ്യനും ആ കഅബയിന് 10 ഹജ്ജ് 100 ഹജ്ജ് ചെയ്തവൻ, എത്ര ഉംറ ചെയ്തവനാകട്ടെ, ആ മനുഷ്യൻ അവസാനം വിദാഇന്റെ തവാഫ് ചെയ്യുമ്പോ ആ കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്നുകൊണ്ട് പടച്ചവനോട് പറയുകയാ, ഇത് അവസാനത്തതാക്കല്ലേ അല്ലാ, ഇനി എനിക്ക് വരാൻ ഭാഗ്യം തരണേ അല്ലാ, ഇനി എനിക്ക് വരാൻ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ സലാം പറഞ്ഞ് പിരിയുന്ന സമയത്ത് അള്ളാന്റെ കഅബാലയം നോക്കിയിട്ട് പറയാ, ഇത് അവസാനത്തതാക്കല്ലേ പടച്ചവനെ, ഇനിയും വരാൻ എനിക്ക് അവസരം തരണേ എന്ന് ദുആ ചെയ്ത് നിറകണ്ണുകളോടെ സലാം പറഞ്ഞ് തിരിഞ്ഞു നോക്കിയാ നമ്മൾ ഇറങ്ങി വരുന്നേ. ഇതാണ് കഅബാലയം, ഇതാണ് പരിശുദ്ധമായ കഅബാലയം. എന്റെ പ്രിയപ്പെട്ടവരെ, ആ കഅബാലയം നമുക്ക് പറഞ്ഞു തരുന്ന ഏറ്റവും വലിയ പാഠം എന്താ? ഒരു സത്യവിശ്വാസി ഇങ്ങനെ ആയിരിക്കണമെന്നാ. ഒരു സത്യവിശ്വാസി ഇങ്ങനെ ആയിരിക്കണം, അവന്റെ സ്വഭാവം അങ്ങനെ ആയിരിക്കണം. ഒരു മുസ്ലിമുമായിട്ട് ബന്ധപ്പെടുന്നവൻ അവനുമായി പിന്നെയും കാണാനും സംസാരിക്കാനും സഹകരിക്കാനും തയ്യാറാകുന്ന രീതിയിൽ നിന്റെ സ്വഭാവം അതുപോലെയാക്കണമെന്ന് ചരിത്രം നമുക്ക് പഠിപ്പിക്കുകയാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പണ്ടത്തെ കാലങ്ങളിൽ ചില ആൾക്കാർ പറയാറുണ്ട്, എൻ്റെ അയൽവാസി ഒരു മുസ്ലിമാ, അഭിമാനത്തോടെ. എൻ്റെ അയൽവാസി ഒരു മുസ്ലിമാ, അതുകൊണ്ട് ഈ വീട് വിൽക്കുവാണെങ്കിൽ എനിക്ക് പൈസ കൂടുതൽ തരണമെന്ന് അഭിമാനത്തോട് പറയും. കാരണം എൻ്റെ അയൽവാസി ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അവന്റെ സ്വഭാവം അങ്ങനെ. ഇന്നോ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മളോട് ഒരു വട്ടം സംസാരിച്ച ആള് പിന്നെയും സംസാരിക്കണം. നമ്മളോട് ഒരു വട്ടം യാത്ര ചെയ്ത ആള് വീണ്ടും യാത്ര ചെയ്യണം. നമ്മളെ വീണ്ടും കാണാൻ ആഗ്രഹിക്കണം. മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ സ്വഭാവം കഅബാലയത്തെ പോലെയാ. നബി തങ്ങൾ ആരെങ്കിലും കണ്ട, നബി തങ്ങളോട് ആരെങ്കിലും സംസാരിച്ച പിരിയാൻ പറ്റൂല.